ആര്യങ്കാവ് പഞ്ചായത്തിലെ പുതിയ ആശുപത്രി കെട്ടിട നിർമ്മാണം അട്ടിമറിക്കാൻ നീക്കം നടത്തുന്നതായി പഞ്ചായത്ത് പ്രസിഡന്റ് സുജാ തോമസ് പറഞ്ഞു. കോൺഗ്രസ് ഭരണസമിതി കാലത്ത് ആശുപത്രി കെട്ടിടം നിർമ്മിക്കരുതെന്ന ഗൂഢലക്ഷ്യമാണ് ഇതിനു പിന്നിലെന്നും ആശുപത്രി കെട്ടിടത്തിനായി പഞ്ചായത്ത് ഹാരിസൺ എസ്റ്റേറ്റ് ഭൂമിയും റവന്യൂ ഭൂമിയും കണ്ടെത്തിയെങ്കിലും ലഭ്യമാകാതെ വന്നപ്പോഴാണ് മറ്റു ഭൂമി കണ്ടെത്തിയതെന്നും പ്രസിഡന്റ് പറഞ്ഞു. ഈ സ്ഥലം ഉരുൾപൊട്ടൽ പ്രദേശമാണെന്നും അവിടെ ആശുപത്രി നിർമ്മിക്കാൻ അനുയോജ്യമല്ലെന്നും കാണിച്ച് ജനപ്രതിനിധി കളക്ടർക്ക് പരാതി നൽകിയിരിക്കുകയാണ്. ഇത്തരത്തിൽ തെറ്റിദ്ധാരണ പരത്തി ആശുപത്രി നിർമ്മാണം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. മലകളുടെ അടിവാരത്തിലാണ് ആര്യങ്കാവ് പഞ്ചായത്തിന്റെ ജനവാസ മേഖലയും വിവിധ സ്ഥാപനങ്ങളും നിലകൊള്ളുന്നത്. പഞ്ചായത്ത് ഇപ്പോൾ കണ്ടെത്തിയ സ്ഥലം എന്തുകൊണ്ടും ആശുപത്രിക്ക് അനുയോജ്യമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് സുജാ തോമസ് പറഞ്ഞു. ബോർഡർ ന്യൂസ്, ആര്യങ്കാവ്. നല്ലൊരു ഹോസ്പിറ്റൽ പണിയുന്നതിന് വേണ്ടിയിട്ട് NHMന്റെ 1,45,00,000 രൂപ കഴുതുട്ടി PHCക്ക് അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റൽ പണിയുന്നതിന് വേണ്ടി സ്ഥലം കണ്ടെത്തേണ്ടത് പഞ്ചായത്താണ്. ഇതുമായി ബന്ധപ്പെട്ട് ഹാരിസൺ മലയാളം പഞ്ചായത്തിന് 1 ഏക്കർ ഭൂമി വിട്ടുതരാമെന്ന് അറിയിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം ബഹുമാനപ്പെട്ട കൊല്ലം ജില്ലാ കളക്ടർക്ക് കത്ത് നൽകുകയും ചെയ്തു. അവസാനം കളക്ടർ രേഖാമൂലം മറുപടി തന്നിരിക്കുന്നത് ഹാരിസൺ മലയാളവും സർക്കാരുമായി കേസിൽ ഉൾപ്പെട്ട് കിടക്കുന്നതിനാൽ ആ സ്ഥലം ഏറ്റെടുക്കാൻ കഴിയില്ല എന്നാണ്. അതിനുശേഷം ആര്യങ്കാവിലെ തന്നെ വില്ലേജ് ഓഫീസിൻ്റെ അടുത്ത് ഒരു 30 സെൻറ്റ് സ്ഥലം കൊല്ലത്ത് നിന്ന് DMO ഉൾപ്പെടെ വന്ന് കണ്ട് സ്ഥലം ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആ സ്ഥലം ഏറ്റെടുക്കുന്നതുമായി പോയി. അതിൽ നിന്നും ഉദ്യോഗസ്ഥ തലത്തിൽ നിന്നെല്ലാം ഒരു നല്ല മറുപടിയല്ല ലഭിക്കുന്നത്. അത് വില്ലേജ് ഓഫീസിൻ്റെ അടുത്ത സ്ഥലം വിവിധ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കാനിരിക്കുന്നതാണ്. അതുകൊണ്ട് ആര്യങ്കാവ് പഞ്ചായത്തിലെ ഹോസ്പിറ്റൽ പണിയുന്നതിന് വേണ്ടി വിട്ടുതരാൻ പറ്റില്ല എന്നാണ് അവിടുന്ന് അറിയിച്ചത്. അതിന് പ്രകാരം പഞ്ചായത്ത് സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് 40 ലക്ഷം രൂപ പ്രോജക്റ്റ് വെച്ചു. അതിനുശേഷം പഞ്ചായത്ത് 2 പ്രാവശ്യം പത്രപരസ്യം ചെയ്തു. അതിന് പ്രകാരം 2 കൊട്ടേഷൻ മാത്രമാണ് പഞ്ചായത്തിന് ലഭിച്ചത്. അതിൽ ഒരു കൊട്ടേഷൻ 1 സെൻറ്റിന് 1,40,000 രൂപയും രണ്ടാമത്തെ കൊട്ടേഷൻ 1,05,000 രൂപയുമാണ് കൊട്ടേഷനിൽ വെച്ചിരുന്നത്. അത് പഞ്ചായത്ത് കമ്മിറ്റി ഏറ്റവും കുറഞ്ഞ തുക വെച്ച 1,05,000 രൂപയ്ക്ക് വെച്ചിരുന്ന കൊട്ടേഷൻ പഞ്ചായത്ത് കമ്മിറ്റി അംഗീകരിക്കുകയും അതിന് പ്രകാരം ആ വസ്തുവിൻ്റെ ഉടമസ്ഥൻ അതിൻ്റെ വില നിശ്ചയിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്തുള്ള അടുത്തുള്ള പ്രമാണങ്ങളെല്ലാം കണ്ടെത്തി താലൂക്കിൽ കൊടുക്കുകയും ഈ വസ്തു പഞ്ചായത്ത് ഏറ്റെടുക്കണമെങ്കിൽ അത് സർക്കാർ വേണം അതിൻ്റെ വില നിശ്ചയിച്ച് തരാൻ. അതിൻ്റെ വിലയായ 1 സെൻറ്റിന് 67,000 രൂപയാണ് സർക്കാർ നിശ്ചയിച്ചിരിക്കുന്നത്. ആ വിലയിൽ പ്രകാരം വസ്തു ഉടമസ്ഥൻ നമുക്ക് സ്ഥലം വിട്ടുതരാൻ